ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എടുക്കുമ്പോൾ ചോദിക്കാതെ UDF-ന് കിട്ടിയ ആ SDPയുടെ പിന്തുണ അത് തന്നെയാണോ നമുക്ക് ഇന്നത്തെ ഈ ഒരു മണിക്കൂറിൽ പറയേണ്ടതായിട്ടുള്ള ഇലക്ഷൻ ബോംബ് എന്ന് പറയുന്നത് അത് തന്നെയാണോ? അതൊരു പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഈ SDPI ബന്ധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുന്നണികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPM-ന് ബന്ധമുണ്ട് SDPI എന്ന് കോൺഗ്രസിന് ബന്ധമുണ്ട് എന്ന് CPM-ഉം ഒക്കെ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവർ നൽകിയ പിന്തുണ പലപ്പോഴും വലിയ പ്രശ്നങ്ങളായി വന്നിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ പാവറട്ടിയിൽ അങ്ങനെ ആളുകൾ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് രാജിവെക്കും, തദ്ദേശ സ്ഥാപനത്തിൽ രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ SDPI ബന്ധം ഇതിൽ ഈ വോട്ടുകൾ വേണം എന്ന് എല്ലാവർക്കും ഉണ്ടെങ്കിലും പരസ്യമായി സ്വീകരിക്കാൻ അല്ലെങ്കിൽ SDP ബന്ധമുണ്ട് എന്ന് സമ്മതിക്കാൻ മുന്നണികൾ തയ്യാറല്ല. BJP ആകട്ടെ ഈ ഘട്ടം വളരെ വ്യക്തമായി ഉപയോഗിക്കാം എന്നൊരു നിലപാടിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ പോലും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അത് മാറുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ലീഗിന്റെ കൊടി ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഏത് തരത്തിലാണ് എന്ന് നമുക്കറിയാലോ. അപ്പോൾ സ്വാഭാവികമായും SDPIക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ആരോപണം BJP നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഇല്ല. BJP ഇപ്പോ ഇന്ന് നടത്തിയ പ്രതികരണങ്ങളിൽ പോലും പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം ദേശീയ രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലുള്ള ഒരു പ്രചാരണമായിരിക്കും BJP നടത്തുക എന്നുള്ളത്. അതെ, സ്വാഭാവികമായും അങ്ങനെ ഒരു ഏതായാലും പോപ്പുലർ ഫ്രണ്ട് എടുത്തിട്ടുള്ള ഒരു നിലപാട് വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൽ മറ്റു പല സ്ഥലത്തും അവർ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർ മത്സരിക്കുന്നുണ്ട്. അവിടെ ADMK ആയിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം DMK ലീഗുമായി അവിടെ സഖ്യം ഉണ്ടാക്കുന്നു. അതേപോലെ ഈ തമീം അൻസാരിയുടെ പാർട്ടിയുമൊക്കെ ആയിട്ട് സഖ്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ മറുചേരിയിൽ നിൽക്കുക, എടപ്പാടി പളനിസ്വാമി സഖ്യമാകുക എന്ന നിലപാടിലാണ് അവർ ഉള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് ഈ ചെന്നൈയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ 25,000-ഓളം വോട്ട് വരെ കിട്ടുന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ 2014 കേരളത്തിൽ മത്സരിച്ചപ്പോഴും വലിയ രീതിയിലുള്ള വോട്ട്, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലൊക്കെ 47,000 ഒക്കെ കടന്നിട്ടുള്ള ഒരു വോട്ട് നിലയിലേക്കൊക്കെ SDP എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു 10 വർഷം മുൻപ്. അതെ, അവർക്ക് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മലപ്പുറത്തും പൊന്നാനിയിലും ഒഴിച്ചു നിർത്തിയാൽ പിന്നെ എല്ലായിടത്തും ഒരു 4,000-ൽ താഴെയുള്ള വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഇത്തവണ ഈ കഴിഞ്ഞ തവണ ഒരു 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ഇത്തവണ ഈ കോൺഗ്രസിന് ഒരു പിന്തുണ കൊടുക്കുന്നുള്ളത് അത് ഒരുപക്ഷെ കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു സപ്പോർട്ട് വർദ്ധിക്കുന്നതിന് ചിലപ്പോൾ സാധ്യം. പക്ഷേ ഈ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ പ്രതികരണങ്ങൾക്ക് പോയ ശേഷം നമുക്ക് അതിന്റെ വിശകലനങ്ങളിലേക്ക് വരാം. എന്താണ് CPM പറയുന്നത്? BJP-യും LDF-ഉം ഒരുപോലെ വിമർശിക്കുന്നു കോൺഗ്രസിനെയും UDF-നെയും SDP നൽകിയ ഈ പരസ്യ പിന്തുണയെ. ഇത് പുതിയ കാര്യമൊന്നുമല്ല. എല്ലാ കാലത്തും കോൺഗ്രസ് SDP ധാരണയുണ്ടെന്നാണ് CPM-ന്റെ ആരോപണം. ഇടതുപക്ഷത്തിന് ഇത്തരക്കാരുടെ പിന്തുണ വേണ്ട എന്നും പറഞ്ഞിരിക്കുന്നത് മന്ത്രി MB രാജേഷാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ മന്ത്രി MB രാജേഷാണ് ചേരുന്നത്. ഈ SDPI UDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? അതിപ്പോൾ ഇവിടെ സഹ വിജയരാഘവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. SDPI ഒരു പിന്തിരിപ്പൻ സംഘടനയാണ്. അവര് സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും UDF-നെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ UDF-നെ പിന്തുണയ്ക്കുന്നു എന്നേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ LDF-നെ രഹസ്യമായി പിന്തുണയ്ക്കുകയും ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. LDF-ന് കിട്ടിയിട്ടുള്ള പിന്തുണ കുറച്ച് മതനിരപേക്ഷവാദികളായിട്ടുള്ള വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയാണ്. മതനിരപേക്ഷതയാണ് LDF-ന്റെ കൈമുതൽ, അതാണ് അടിത്തറ. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ചെറിയ നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരുന്നു പ്രാദേശിക തലത്തിൽ. ഒരു സ്ഥലത്തുണ്ടായിട്ടില്ല, അങ്ങനെ പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്തായാലും അവരുടെ ഈ ഒരു നീക്കുപോക്ക് അതെന്തായാലും പിന്നെ ഏതെങ്കിലും തരത്തിൽ SDPI കേരളത്തിലെ ഒരു ഗണ്യമായിട്ടുള്ള ശക്തിയേ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. എന്തായാലും SDPI-യും UDF-ഉം തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അത് ഒരിക്കലും അവർക്ക് ഗുണം ചെയ്യില്ല. അത് ഒരു കാലത്തും LDF ഇത്തരത്തിലുള്ള സംഘടനകളുമായി കൂട്ടുചേർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി MB രാജേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്. രാജേഷിന്റെ അതേ ആത്മവിശ്വാസം തന്നെയാണ് പാലക്കാടുള്ള A വിജയരാഘവനും പങ്കുവയ്ക്കുന്നത്. പാലക്കാട് ഇത് പ്രതിഫലിക്കില്ല എന്നാണ് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ വ്യക്തമാക്കുന്നത്. SDPI നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോമപരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ UDF-ന് പിന്തുണ കൊടുത്തിരിക്കണം. SDPI-യുടെ പിന്തുണ പാലക്കാട് സംബന്ധിച്ചിടത്തോളം
അതിന്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ അതിനെ കാണുന്നു. BJP എങ്ങനെയാണ് ഈ വിഷയം കാണുന്നത് എന്നുള്ളത്, അത് കേരളം എന്നുള്ളൊരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിനെ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആക്രമിക്കാൻ കഴിയുക എന്ന് തന്നെ ഉറ്റുനോക്കുകയാണ് BJP. നേരത്തെ പറഞ്ഞതുപോലെ ആ ലീഗിന്റെ കൊടി ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതുപോലെ തന്നെ വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകൂടൽ രാഹുൽ ഗാന്ധി വിശദീകരിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. മതഭീകരരുമായി കൂട്ടുകൂടി വയനാട്ടിലടക്കം വോട്ട് പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നാണ് BJPയുടെ ആരോപണം. ശ്രീ എം ഹസനെ കോൺഗ്രസിന്റെ KPC പ്രസിഡന്റ് ചുമതല കൊടുത്തു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് വ്യക്തമാക്കണം. ഇസ്രായേൽ യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ സജീവമായിട്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നാടാണ് കേരളം. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും UDFും SDPI പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ ആവശ്യമില്ല എന്ന നിലപാട് വ്യക്തമാക്കണം. SDPI പിന്തുണ കൊടുക്കുന്നതിന് വളരെ വലിയ വിലയാണ് ആ പിന്തുണ സ്വീകരിച്ചവരൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. നേമത്ത് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി SDPI പരസ്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് SDPIയും അന്ന് മത്സരിച്ച LDF സ്ഥാനാർത്ഥിക്ക് ശിവൻകുട്ടിക്ക് കൊടുത്തതുകൊണ്ടാണ് കേരളം പിന്നീട് പോപ്പുലർ ഫ്രണ്ടിനും SDPIക്ക് മുന്നിൽ പല കാര്യങ്ങളിലും കീഴടങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ SDPI വളരെ പരസ്യമായി പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന SDPI നിരോധനത്തിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലെ അറസ്റ്റ് ചെയ്യപ്പെടാത്ത മുഴുവൻ പ്രവർത്തനം ചേക്കേറിയിരിക്കുന്നത് SDPIയിലും DYFIയിലുമാണ്. ആ SDPI പരസ്യമായിട്ട് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ കൊടുക്കുമ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അതിന് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ടോ? ഇസ്രായേൽ യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട പല വിഭാഗങ്ങളും ആശങ്കയോടെ ജീവിക്കുന്ന ഘട്ടത്തിൽ UDF സ്ഥാനാർത്ഥി നയം വ്യക്തമാക്കണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. അതേസമയം കോൺഗ്രസ് ഈ വിഷയത്തിൽ അവരുടേതായ പ്രതിരോധം നടത്തുന്നുമുണ്ട്. SDPIയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. പലരും പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതൊന്നും പാർട്ടിയുടെയോ മുന്നണിയുടെയോ അറിവോടുകൂടിയല്ല എന്നാണ് VD സതീശൻ വ്യക്തമാക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല. അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങള് ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്, അവരവരുടെ ഇഷ്ടപ്രകാരം. രഹസ്യ വോട്ടാണ്, ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്യട്ടെ. പിന്നെ അവര് പറഞ്ഞു കോൺഗ്രസ് മതേതര കക്ഷിയാണ്, ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ, കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും, അപ്പൊ കോൺഗ്രസ് മതേതര ശക്തി അല്ലാന്ന് ഞങ്ങൾ പറയണം. അല്ലാതെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, വോട്ട് ചെയ്യണ വ്യക്തികളല്ലേ, ആ വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കണേ. ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ അത്തരം കക്ഷികളുമായി ഞങ്ങൾ ഒരു ധാരണയില്ല, ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. അതിനേക്കാൾ ക്ലാരിറ്റി എന്താ വേണ്ടത്? ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ ഇതിന് ഉയരുന്ന ചോദ്യം, ഒരു ചർച്ച UDF നടത്തിയിട്ടുണ്ടോ? SDPIയുമായിട്ട് ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഈ ചർച്ചയുടെ ഫലമായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് ആര് മധ്യസ്ഥം വഹിച്ചു? ഇത്തരം ചില സംശയങ്ങളുടെ മുന്നിൽ UDF നിൽക്കുന്നുണ്ടോ ശരിക്കും? അതാണ് അവർ തുടരെ പറയുന്നത്, അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും അങ്ങനെ പല കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് കിട്ടാനൊക്കെയുള്ള ശ്രമം എല്ലാ രാഷ്ട്രീയ കക്ഷികളും നടത്തും. ഇപ്പോഴത്തെ UDF നേതാക്കൾ തന്നെ പറയുന്നുള്ളൂ, ആരുടെയും വോട്ട് വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാനാകില്ല. പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിൽ ആരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല. ആളുകളെല്ലാം ആര് വോട്ട് ചെന്നാലും അത് സ്വീകരിക്കും എന്നാൽ അത് ഈ തെരഞ്ഞെടുപ്പിലല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും ആ നിലപാടാണ്. പക്ഷേ ഇവിടെ നേരത്തെ രാജേഷ് മാത്രമാണ് ഇത്തരക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് പക്ഷേ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. SDPIയുടെ വോട്ട് വേണ്ട എന്നവർ പറയുന്നില്ല. അതാ വോട്ട് വിഹിതമാണോ അങ്ങനെ ഒരു കണ്ണടച്ച് പിന്തുണ തള്ളാതിരിക്കാൻ UDFനെ പ്രേരിപ്പിക്കുന്നത്? അതായത് 2014 അടക്കമുള്ള ആ വോട്ടുകൾ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. രമേശ് ചെന്നിത്തലയും പറഞ്ഞിരിക്കുന്നത്, നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ആരുടെയും പിന്തുണ UDF തേടിയിട്ടില്ല എന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മുഴുവൻ വാങ്ങിയത് ഇടതുമുന്നണിയാണെന്നുള്ള ആരോപണവും ചെന്നിത്തല കൊണ്ടുവന്നു. ഞങ്ങൾ യോജിപ്പില്ലല്ലോ, പണ്ടുമില്ലല്ലോ, ഇന്നുമില്ല. ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടുമില്ല പിന്തുണ വേണമെന്ന്. എന്നാൽ ഈ SDPIയുമായുള്ള
സഹകരണം വിശദീകരിക്കുന്നത് കോൺഗ്രസിന് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഒരു വെല്ലുവിളിയാവുകയാണ്. തിരഞ്ഞെടുപ്പ് രംഗത്ത് വിഷയം വലിയ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം CPM ബോധപൂർവം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് വി അരുൺ ഇത് സംബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ഒരു വിശകലനം തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഗ്രൂപ്പുകളുടെയൊക്കെ പിന്തുണ മുന്നണികൾക്ക് വലിയ ആശ്വാസമാണെങ്കിൽ ഇവിടെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത് ഒരു പിന്തുണയാണ്. SDPയുടെ പിന്തുണ ഇന്നലെയാണ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF മുന്നണിക്ക് പിന്തുണ നൽകുമെന്നായിരുന്നു SDPയുടെ പ്രസ്താവന. എന്നാൽ ആ പിന്തുണ സ്വീകരിക്കാനും തള്ളാനും കഴിയാത്ത പ്രതിസന്ധിയിലാണ്, വിഷമഘട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. കാരണം SDPയെ പോലെ തീവ്ര സ്വഭാവമുള്ള ഒരു സംഘടനയുടെ പിന്തുണ സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനും സംശയമുണ്ട്. ആ പിന്തുണ പരസ്യമായി സ്വീകരിക്കുന്നതിനാണ് അവർക്ക് സംശയമുള്ളത്. പക്ഷേ ആ പിന്തുണ വേണ്ടെന്ന് പറയാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. SDP പിന്തുണ പ്രഖ്യാപിച്ച ശേഷം ഇന്നലെയും ഇന്നും ഇതിനോട് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ തന്നെ അതിന് ഏറ്റവും ാണ്. പിന്തുണ വേണ്ട എന്ന് തുറന്നു പറയാനോ തയ്യാറാകുന്നില്ല. എന്നാൽ പിന്തുണ സ്വീകരിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തമായ ഒരു മറുപടിക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. നേരത്തെ തന്നെ കോൺഗ്രസും SDPയുമായി രഹസ്യ ബാന്ധവമുണ്ടെന്ന വിമർശനം CPMും BJP ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളും ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പിന്തുണ സ്വീകരിച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പ്രത്യേകിച്ച് പ്രധാനമായും ഉള്ളത്. മുസ്ലിം ലീഗ് പോലുള്ള ഘടകകക്ഷികളുടെ നിലപാട് മിക്കാത്ത നിർണായകമാണ്. അവരും കാര്യമായ പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. മറുവശത്ത് CPMും BJPയും കോൺഗ്രസിനെതിരെ ഇത് വലിയ ആയുധമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇരു പാർട്ടികളുടെയും ഇരു മുന്നണികളുടെ നേതാക്കളുടെ പ്രതികരണവും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ SDPI പിന്തുണ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തമായ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും.